സെക്കൻഡ് പാഠത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ആ പാഠം എല്ലാവരും എടുത്തൊന്ന് വായിച്ചു നോക്കിക്കോ. അവിടുത്തെ ഡെറിവേഷൻസും എല്ലാം ഒന്ന് നോക്കണേ. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോളോ കണ്ടക്ടർ. ഞാൻ പറയുന്നത് ബ്രേക്ക് ആവുന്നില്ലല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? അല്ല ഗൗതം, ക്ലിയർ അല്ലേ? വീഡിയോ ഒക്കെ ഓണാക്ക്, വീഡിയോ ഒക്കെ ഓണാക്ക്. വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗൗതം, ലിയോണ, അർജുൻ, വീഡിയോ ഒന്നും ഓൺ അല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ആ കാണാം. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Two hollow conductors are charged positively. Two hollow conductors are charged positively. Two hollow conductors are charged positively. Full stop. The smaller is at 50 volt 50V. 50 volt and the bigger is at 100 volt potential. A part question. A part, what will happen if these conductors are connected externally. These conductors are connected externally as shown. So ഇവിടെ പറയുന്നത് രണ്ട് കണ്ടക്ടർ ഉണ്ട്. ഒന്ന് 50 വോൾട്ടിന്റെയും ഒന്ന് 100 വോൾട്ടിന്റെയാണ്. ഇവരെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റേണലി കണക്ട് ചെയ്യുവാണ്. സോ ഈ ഫിഗറും കൂടി വരയ്ക്കുക.
ഇതിന്റെ ആൻസർ എന്താണ്? നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് തന്നേക്കുവാണ്. ആ രണ്ട് കണ്ടക്ടേഴ്സ് രണ്ടിടത്തെയും വോൾട്ടിന് ഡിഫറൻസ് ഉണ്ട്. സോ ഇങ്ങനെ നമ്മൾ എക്സ്റ്റേണലി രണ്ട് കണ്ടക്ടേഴ്സിനെ കണക്ട് ചെയ്യുവാണ്. ഒന്നിന്റെ വോൾട്ട് 100, മറ്റേതിന്റെ വോൾട്ട് 50. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരാവുന്ന ഇവിടെ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കാവുന്നത്? ഇങ്ങനെ കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. സോ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഗൗതം സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? എവിടെ കറണ്ട് കൂടും? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. ഇത് 100 വോൾട്ട്, ഇത് 50 വോൾട്ട്. ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് 100 വോൾട്ട്, ഇത് 50 വോൾട്ട്. ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിയോണ? രണ്ട് ഡിഫറെന്റ്, കൂടുതലും കുറവുള്ള സാധനങ്ങളെ നമ്മൾ കണക്ട് ചെയ്തു, എന്നാ സംഭവിക്കും? ലിയോണ? സോ പറഞ്ഞിട്ടുണ്ട് ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ സംഭവിക്കും? എന്താ സംഭവിക്കുന്ന അർജുൻ? അത് ഫ്ലോ ചെയ്യും. എവിടുന്ന് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യും. എന്നതാ ഫ്ലോ ചെയ്യുന്നേ? ഇലക്ട്രോൺസ് കൂടുതലുള്ള ഇവിടെ ഇപ്പം പോസിറ്റീവ് ചാർജ്ഡ് ബോഡീസ്. സോ പോസിറ്റീവ് ചാർജ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ് എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യും. സോ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. ഹിയർ പോസിറ്റീവ് ചാർജ് ഫ്ലോ ഫ്രം ബിഗർ കണ്ടക്ടർ ടു ലോവർ വൺ. എഴുതി വെക്ക്. ഹിയർ പോസിറ്റീവ് ചാർജ് ഫ്ലോ ഫ്രം bigger conductor to lower one. അടുത്തത് ഈ രണ്ട് ലോവർ വൺ. അതിന്റെ ബി പാർട്ടായിട്ട് എഴുതിക്കോ. ബി പാർട്ടായിട്ട് what will happen if these conductors are connected as shown below. Question mark why? അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക്. സോ സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞേക്കുന്നത് ഈ വരച്ചേക്കുന്നതാണ്. വലിയ കണ്ടക്ടറിന്റെ അകത്താണ് കുഞ്ഞു കണ്ടക്ടർ. എന്നിട്ട് അവരെ ഒരു കണ്ടക്ടർ വെച്ചിട്ട് വേറൊരു ഏതെങ്കിലും കണ്ടക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്തേക്കും. സോ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് അതിന് കാരണം? എന്തായിരിക്കും കിച്ചു? രണ്ട് കണ്ടക്ടേഴ്സിനെ ഇൻസൈഡ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ, ഈ രണ്ടാമത് വരച്ചേക്കുന്ന ഫിഗർ പോലെയാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അവിടുത്തെ പോസിറ്റീവ് ചാർജസിനുണ്ടാവുന്ന പ്രത്യേകത എന്താണ്? അത് പുറത്തേക്ക് പോയിരിക്കും. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ ചാർജസ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ചാർജസ് ഇല്ല. അവർക്ക് എന്താണ് ടെൻഡൻസി? ഔട്ട്സൈഡിലേക്ക് വന്ന് നിൽക്കാനാണ് ടെൻഡൻസി. ഓക്കെ, സോ അതിന്റെ ആൻസർ എന്താണ്? നോർ ചാർജസ് ഫ്ലോ ഫ്രം charges are lie outside. Charges are lies outside.
because charges have a tendency to resides on resides on resides the out on the outside on the outer surface of the hollow conductor. So ഇത് മാർച്ച് 2009 ക്വസ്റ്റ്യൻ ആണ്. Next question, second question. Question പറയട്ടെ. Capacitors are considered to be the building blocks of all integrated circuits. Full stop. A parallel plate capacitor is a simple form of a capacitor. A part. Write down the expression for the capacity of a parallel plate capacitor. Yes. എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ എത്ര എഴുതി? റൈറ്റ് ഡൗൺ the expression for the capacity of a parallel plate capacitor. കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്തോ സോ ഓക്കെ, പറ. എന്താണെങ്കിൽ കപ്പാസിറ്റി ഹലോ
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, എങ്കിൽ പറ, എന്താണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എക്സ്പ്രഷൻ? ഗൗതം, എന്താ ഗൗതം? C is equal to എപ്സിലോൺ. ഫുള്ളായില്ല, നീ തിരിയണില്ല, കട്ടായി പോണ ഇടയ്ക്കിടയ്ക്ക്. ഒന്നുകൂടി പറ. C is equal to എപ്സിലോൺ 0 A/D. C is equal to എപ്സിലോൺ 0 A/D. അതൊരു ഡെറിവേഷനും കൂടിയാണ് കേട്ടോ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇവിടെ എക്സ്പ്രഷനെ ചോദിച്ചിട്ടുള്ളൂ. എക്സ്പ്രഷൻ എന്താണ്? C is equal to എപ്സിലോൺ 0 A/D, where A is ഏരിയ, D എന്താണ്? ഡിസ്റ്റൻസ്. രണ്ട് പ്ലേറ്റ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനിടെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ D എന്ന് വിളിക്കുന്നത്. D ഡിസ്റ്റൻസ്. എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതുക, അതിൽ ഓരോ ടേമുകളും എടുത്തെഴുതണം. C കപ്പാസിറ്റൻസ്, A ഏരിയ ഓഫ് കപ്പാസിറ്റർ, D ഡിസ്റ്റൻസ്. ഓക്കെ, എഴുതിയോ? Next one. Obtain the expression for obtain അതിന്റെ ബി പാർട്ടാണ് കേട്ടോ. Obtain the expression for energy stored in a capacitor. Obtain the expression for energy stored in a capacitor. Obtain the expression for energy stored in a capacitor. അതൊരു ഡെറിവേഷൻ ആണ്, ഓർക്കണുണ്ടോ ആ ഡെറിവേഷൻ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണെന്ന് തോന്നുന്നു, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു ലിയോണ കിട്ടുന്നത്? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? E ഈസ് ഈക്വൽ ടു എന്താണ് അർജുൻ? E ഈസ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. E ഈസ് ഈക്വൽ ടു π/m ഒന്നും ഇല്ല. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എടാ, എനർജി E അല്ലെങ്കിൽ W. പിന്നെ ഇടയ്ക്ക് എഴുതിയേക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ E ഇലക്ട്രിക് ഫീൽഡിന്റെ കേട്ടോ. സോ അത് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഹിന്ദി വരുന്നില്ലല്ലോ. സ്ക്രീൻ കാണാലോ അല്ലേ? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. സോ ഇതാണ് ഇവിടുത്തെ വർക്ക് ഡൺ, അല്ല ഇതാണ് ഇവിടുത്തെ ഫിഗർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ഇതാണ്. ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? സോ ഇവിടെ ഡി ഡബ്ല്യു എന്ന് പറയുമ്പം
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇൻറ്റു ക്യൂ. പൊട്ടൻഷ്യൽ ഇൻറ്റു ക്യൂ, വർക്ക് എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ക്യൂ ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ലാസ്റ്റ് 3 ഇക്വേഷൻ ആണ് എനർജിക്ക് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ഇൻ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ വാല്യൂസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഡബ്ല്യു വർക്കും എനർജിയും ഈക്വൽ ആണ്. വർക്ക് ഈസ് ഈക്വൽ ടു എനർജി, വർക്ക് ഈസ് ഈക്വൽ ടു 1/2 Q²/c. ഇത്രയും വരെ ഡിറൈവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. W ഈസ് ഈക്വൽ ടു 1/2 Q2/c. ആ ഡെറിവേഷൻ ഒന്ന് ഓടിച്ച് നോക്കിക്കുക. ആ ഡെറിവേഷനിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് പഠിച്ചായിരുന്നോ ഡെറിവേഷൻ? സോ അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ആ ഒരു ഇക്വേഷൻ മാത്രമല്ല, പകരം നമ്മൾ 3 എനർജി ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ട് തരും. ഇതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് മെയിൻ. ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ വരെ ഉള്ളത് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്ത എന്താണ്, ക്യൂവിന് CV എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ സിക്ക് Q/V എന്ന വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്ത് ഇക്വേഷൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ വരെ ഉള്ളത് ചെയ്താൽ മതി. സോ ഡെറിവേഷൻ ഒന്ന് എടുത്ത് നോക്കിക്കേ, ക്ലിയർ ആണോന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്? വർക്ക് ഡൺ ഒരു ചെറിയ ചാർജ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു V ഇൻറ്റു ക്യൂ ആണ്. എനർജി എന്ന് പറയുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണെന്ന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന പോർഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന പോർഷനിൽ. സോ അവിടുന്ന് V ഈസ് ഈക്വൽ ടു Q/c ആണ്. സോ വിക്ക് നമ്മൾ Q/c എന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? dW ഈസ് ഈക്വൽ ടു Q/c ഇൻറ്റു dQ. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/c കോൺസ്റ്റന്റ് ആണ്, അപ്പം പുറത്തേക്ക് വരും. സോ നമുക്ക് എങ്ങനെ കിട്ടും? W ഈസ് ഈക്വൽ ടു 1/c QdX. QdXന്റെ ഇന്റഗ്രൽ QdX അല്ലെങ്കിൽ XdX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? X²/2 ആണ്. സോ QdXന് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/c Q²/x 0 to Q എന്ന് എഴുതാം. ഇവിടുത്തെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് Q ആണ്. സോ ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ വരും? W ഈസ് ഈക്വൽ ടു 1/c Q²/2 മൈനസ് 0²/2. അങ്ങനെ നമുക്ക് കിട്ടും W ഈസ് ഈക്വൽ ടു 1/2 Q²/c. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ. ഓക്കെ, അത് ഡിറൈവ് ചെയ്തെടുക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. For a parallel plate capacitor, with each plate of area A separated by a distance d for a parallel plate capacitor with each plate of area A separated by a distance d in air. Its capacitance is given by C is equal to epsilon 0 A by D. A part question.
Represent the charge Q. Represent the charge Q given to a capacitor. Given to a capacitor. Given to a capacitor of capacitance C. Of capacitance C. Of capacitance C. With a potential difference V, potential difference V in a graph, in a graph, in a graph. Yes. ക്യൂവും ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഗ്രാഫാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സോ ആദ്യം ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണോ? കിച്ചു, എന്താണ് ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അല്ല ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആണോ? അങ്ങനെ ഏതെങ്കിലും ഇക്വേഷൻ? അല്ല, മറ്റേ ചെരിഞ്ഞ ഗ്രാഫ് അല്ലേ? ചെരിഞ്ഞ ഗ്രാഫ് ആ താഴത്തേക്കുള്ള അതല്ലേ? താഴത്തേക്കുള്ളത് നമ്മൾ കെമിസ്ട്രി എന്താണ് പഠിച്ചത്? സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്യൂവും വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ക്യൂവും വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ലിയോണ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ക്യൂവും വിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. സോ അവിടെ ആ ഇക്വേഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? ക്യൂവും വിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാവില്ലേ? ഡിനോമിനേറ്ററിൽ വന്നാലാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ വിയും കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരെണ്ണം കുറയുമ്പോൾ മറ്റേത് കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ചാർജ് കൂടുമ്പം പൊട്ടൻഷ്യലും കൂടും. അങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് എങ്ങനെ വരത്തുള്ളൂ? എങ്ങനെയായിരിക്കും അർജുൻ അതിന്റെ ഗ്രാഫ് വരുന്നത്? സോ നമുക്കറിയാം, സോ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. സോ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് കപ്പാസിറ്റൻസും വിയും ക്യൂവും ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി വോൾട്ടേജ് കൂടുമ്പം, വോൾട്ടേജ് അല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കൂടുമ്പം എന്തും കൂടും, ചാർജ് ക്യൂവും കൂടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. വൈ ആക്സിസിൽ നമുക്ക് ക്യൂ കൊടുക്കാം, എക്സിൽ നമുക്ക് വി കൊടുക്കാം. ഗ്രാഫ് എങ്ങനെയായിരിക്കും? എങ്ങനെ? ഇങ്ങനെയോ? ഇങ്ങനെ. യെസ്. ഇവിടുന്ന് തുടങ്ങി രണ്ടുപേരും ഈക്വലി കൂടി 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 വരുവാണ്. അതായത് ക്യൂ കൂടുമ്പോൾ വി കൂടും, ക്യൂ കൂടുമ്പോൾ വി കൂടും. എപ്പോഴും ഓർക്കണം, ക്യൂവും വിയും തമ്മിലുള്ള ഗ്രാഫ് എക്സാമിന് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ്? ഇത് ഇങ്ങനെ നടുക്കൂടെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ, അതിൻ്റെ തന്നെ ബി പാർട്ടാണ്. യൂസിങ് ദ എബവ് എക്സ്പ്രഷൻ, യൂസിങ് ദ എബവ് എക്സ്പ്രഷൻ show that energy
density of a parallel plate capacitor, show that energy density of a parallel plate capacitor is half epsilon 0 e square, capital letter E ആണ് കേട്ടോ, half epsilon 0 e square, where E is the electric field between parallel plates. സോ അവിടെ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത് എന്താണ്? എനർജി ഡെൻസിറ്റി ആണ്. എനർജി ഡെൻസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നോ ഗൗതം? സോ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണെന്ന്. അതാണോ എന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, അത് തന്നെയാണോ ആൻസർ? ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്നാണോ എനർജി ഡെൻസിറ്റി? ആണോ ഗൗതം? ആണ്, അതാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ്. സോ 2 പാരലൽ പ്ലേറ്റ് എടുത്തു. ഇവിടെ കുറെ ഇക്വേഷൻസ് മാറി മറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം. സോ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചോണം കേട്ടല്ലോ. സോ നമുക്കറിയാം എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ബൈ വോളിയം ആണ്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഈ പാരലൽ പ്ലേറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ നമ്മൾ എനർജി യു, ഇവിടെ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു? 1/2 Q²/c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ആ ഇക്വേഷനും കൂടി നമ്മുടെ ഈ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? U = 1/2, എനർജി എന്ന് പറഞ്ഞാൽ 1/2 Q²/c ആണ്. സോ ഇവിടെ ക്യൂവിന്റെ വാല്യൂസ് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. Q = σ²a² ആക്കുന്നുണ്ട്. അങ്ങനെ കുറെ വാല്യൂസ് ഒക്കെ മാറ്റി മറിച്ചൊക്കെ കൊടുത്തു കഴിയുമ്പം നമുക്ക് ലാസ്റ്റ് എന്താണ് കിട്ടണത്? എനർജി ഡെൻസിറ്റി = half E²ε0. സോ ഇത്രയും വരെ അവിടെ എഴുതണം. ആ ഡെറിവേഷൻ എഴുതിയതൊന്ന് നോക്കിക്കേ, ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ അല്ലാണ്ടുണ്ടോന്ന്. സോ ഡെറിവേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ 2 ഡെറിവേഷൻ ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററും എനർജി ഡെൻസിറ്റിയും. ഓക്കെ അല്ലേ? ഡെറിവേഷൻ പഠിച്ചായിരുന്നോ അർജുൻ? ഡിറൈവ് ചെയ്യാൻ പഠിച്ചായിരുന്നു. ഓക്കെ, സോ ഓക്കെ ആണോ നോക്കിക്കേ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിക്കണം. ഡെറിവേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചോദിച്ചു പോവാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഈ പാഠത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് കേട്ടോ അടുത്ത പാഠം വരുന്നത്. സോ ഈ പാഠം നന്നായിട്ട് പഠിച്ചിട്ടേ നാളെ വരാവുള്ളൂ. നാളെ നമുക്ക് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കും. 2011 ചോദിച്ചിട്ടുള്ളതാണ്. A capacitor is a device used for storing charge A capacitor is a device used for storing charge as well as energy
as well as energy. As well as energy. Full stop. It is based on a property called capacitance. It is based on a property called capacitance. It is based on a property called capacitance. A part. Write the SI unit of capacitance. Write the SI unit of capacitance. Write the SI unit of capacitance. ആര് പറയും? എന്താണ് അർജുൻ കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്? കപ്പാസിറ്റൻസിന്റെ SI unit of capacitance. പറ. എന്താ ഇച്ചു കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്? സീമൻ ആണോ? അല്ല, അത് SI യൂണിറ്റ് അല്ല. അറിയത്തില്ല. എന്താണ് ലിയോണ കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്? എന്തോ? അറിയില്ല. ഫാരഡ്. യെസ്, ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്. നമ്മളത് ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. എങ്ങനെയായിരുന്നു? കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളംബ് ബൈ വോൾട്ട് എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ ഫാരഡ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഫാരഡ് SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഫാരഡ്. ഡിഫൈൻ ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ. ആൻഡ് ഡിഫൈൻ ഇറ്റ് എന്ന് വേണേൽ ചോദിക്കാം. ഡിഫൈൻ ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എഴുതേണ്ടത്? 1 coulomb charge is produced at a conductor will provide 1 volt potential. So കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? ഫാരഡ്. നെക്സ്റ്റ് B part. You are given two capacitors of 2 microfarad and മറ്റേ ന്യൂമറിക്കൽ 2 ആണ്, 2 എന്നുള്ള 2 ആണ്. 2 microfarad and 3 microfarad. 2 microfarad and 3 microfarad. Full stop. What are the maximum and minimum value of capacitance? Maximum and minimum value of capacitance. Maximum and minimum value of capacitance that can be obtained by combining them. Yes. Maximum value of നമുക്ക് 2 കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2-3 കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അവരുടെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അവരെ ഏത് രീതി കണക്ട് ചെയ്യണം? പാരലി കണക്ട് ചെയ്യണോ? സീരീസിൽ കണക്ട് ചെയ്യണോ? ഏത് രീതിയിൽ കണക്ട് ചെയ്താലാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്? ഏറ്റവും കൂടിയ വാല്യൂ ഏത് രീതിക്ക് കണക്ട് ചെയ്താലേ കിട്ടുന്ന മാക്സിമം വാല്യൂ? എന്ത് ഗൗതം? സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴത്തെ ഇക്വേഷൻ എന്തായിരുന്നു? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/C1 + 1/C2 അല്ല, അത് കുറഞ്ഞ വാല്യൂ അല്ലേ? C
പാരലാണ് എങ്ങനെയായിരുന്നു C1+C2+C3. സോ മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ പാരലിൽ കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് C1 ഈസ് ഈക്വൽ ടു 2ഉം C2 ഈസ് ഈക്വൽ ടു 3ഉമാണ്. സോ ഇവരുടെ മാക്സിമം വാല്യൂ അല്ലെ മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടണമെങ്കിൽ ഇവരെ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലിൽ കണക്ട് ചെയ്യണം. കാരണം പാരലിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരുന്നത് C1+C2 എന്നാണ് അല്ലേ? നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത എക്സ്പ്രഷൻ ആണിത് C1+C2 എക്സെട്ര ടു Cn. സോ ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണ്? 3 + 2 5. യൂണിറ്റ് മൈക്രോ ഫാരഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. MF എം അല്ല, ഇങ്ങനെ മ്യൂ എന്നാണ് നമ്മൾ മൈക്രോ വെച്ചിട്ട് കാണിക്കുന്നത്, μF. ഓക്കെ, ഇനി മിനിമം വാല്യൂ കിട്ടാൻ ഏത് കണക്ട് ചെയ്യണം? സീരീസിലായിരിക്കണം കണക്ട് ചെയ്തേക്കേണ്ടത്. ഓക്കെ, മിനിമം വാല്യൂ സീരീസിലായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. എപ്പോഴും ഓർക്കണം, മാക്സിമം കിട്ടുന്നത് കപ്പാസിറ്റേഴ്സിനെ പാരലിൽ കണക്ട് ചെയ്യുമ്പോഴാണ്, മിനിമം കിട്ടുന്നത് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. സോ ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സീരീസിലാകുമ്പോൾ അല്ലെ മിനിമം എന്ന് പറയുന്നത് എന്താണ്? C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. അതെങ്ങനെ വരും? 1/2 പ്ലസ് 1/3. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം ആക്കണം. സോ ആൻസർ എത്ര കിട്ടുന്നേ? എത്ര കിട്ടുന്നേ? എത്ര കിട്ടുന്ന അർജുൻ? 1 വരില്ല, 1/5 വരില്ല. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. പ്ലസ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇവനെ × 2 ചെയ്യാം, ഇവനെ × 3 ചെയ്യാം. അപ്പം ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിക്കോളും. സോ 3 + 2 by 3 2s are 6. 5/6. 5/6 ആണ് ഇവിടുത്തെ ആൻസർ. 5/6 മൈക്രോ ഫാരഡ്. യൂണിറ്റ് എഴുതാൻ മറന്നുപോയത്. 5/6 മൈക്രോ ഫാരഡ്. ഓക്കെ, സോ നമ്മുടെ കപ്പാസിറ്റൻസ് മാക്സിമം ആവാൻ നമ്മൾ ഏത് രീതി കണക്ട് ചെയ്യണം? ഏത് രീതി കണക്ട് ചെയ്യണം കിച്ചു? മാക്സിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കിട്ടാൻ പാരലായിട്ട് കണക്ട് ചെയ്യണം. മിനിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കിട്ടാൻ ഏത് രീതി കണക്ട് ചെയ്യണം അർജുൻ? ഏത് രീതി കണക്ട് ചെയ്യണം? പോയില്ല. സീരീസ് കണക്ട് ചെയ്യണം. യെസ്, അതിന്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Obtain the expression for electrostatic energy stored in a capacitor. Obtain the expression for electrostatic energy stored in a capacitor. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു? E ഈസ് ഈക്വൽ ടു അല്ലെ W ഈസ് ഈക്വൽ ടു 1/2 Q²/C. ആ ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. Next question. A capacitor is a system of
A capacitor is a system of two conductors separated by an insulator. A part. Write down the relation for the capacity. Write down the relation for the capacity of a parallel plate capacitor. Write down the relation of the capacity of a parallel plate capacitor. Write down the relation for the capacity of a parallel plate capacitor. എന്താണ് ലിയോണ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണ് കിച്ചു? C is equal to epsilon 0 A by D. Yes. C is equal to epsilon 0 A by D. Capacitance of a parallel plate capacitor. B part question. B part. The plates of a parallel plate capacitor. The plates of a parallel plate capacitor have an area of 90 centimeter square. And are separated by 2.5 millimeter. And are separated by 2.5 mm. Full stop. What would be its capacity? അവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12. എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12. സോ അത് വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സി ഉണ്ട്. സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D എന്നാണ് ഇക്വേഷൻ. എയും ഡിയും എപ്സിലോൺ 0യും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ആൻസർ കണ്ടുപിടിച്ചോളില്ലേ? ആൻസർ കിട്ടണത് ഇങ്ങനെയാണ്. അല്ല വേണ്ട, നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ആ പ്രോബ്ലം ചെയ്യുമ്പം ഓർക്കണം, അവിടെ ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നേക്കുന്നത്. ആൻഡ് എപ്സിലോൺ 0യുടെ യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യൂണിറ്റ് വന്നിട്ട്
സെന്റിമീറ്റർ ഒരു SI യൂണിറ്റ് അല്ല, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ 2.5 mm മില്ലിമീറ്റർ ആണ് തന്നേക്കുന്നത്, അതിനെയും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ടേ ചെയ്യാവുള്ളൂ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു. The electrostatic force between two charges. The electrostatic force between two charges. The electrostatic force between two charges. The electrostatic force between two charges is governed by GOVER NED. Is governed by Coulomb's law. Full stop. On which factor does the electrostatic force does the electrostatic force between two charges depends. Yes, the electrostatic force between two charges is governed by Coulomb's law. On which factor does the electrostatic force between two charges depends? Yes, Coulomb's law എന്താണ് പറയുന്നത്? എന്താ അർജുൻ Coulomb's law? രണ്ട് ചാർജസിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷനും അല്ല പ്രൊപ്പോർഷൻ പ്രൊഡക്റ്റ് ഓഫ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആ രണ്ട് ചാർജസ് അവർക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഈ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, എന്തിനൊക്കെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ അടുത്തൊരു ചെറിയ ഡെറിവേഷൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. Obtain the expression for effective capacitance, comma, where three capacitors C1, C2 and C3 are connected in series and parallel. സോ ഇവിടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് എക്സ്പ്രഷൻ? ഏതാണ് ഗൗതം ഇവിടെ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന എക്സ്പ്രഷൻ? നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടോ? അതായത് കപ്പാസിറ്റൻസ്, 3 കപ്പാസിറ്ററിനെ സീരീസിലും പാരലും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
സോ 3 കപ്പാസിറ്ററിനെ സീരീസിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തെ കാര്യമാണ്. ഇവിടെ Q കോൺസ്റ്റന്റ് ആയിരിക്കും, V വേരിയബിൾ ആയിരിക്കും. സോ നമ്മളിവിടെ Vക്കാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും? 1/C is equal to 1/C1 plus 1/C2 plus 1/C3. ഇതാണ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴത്തെ കാര്യം. അതുപോലെ തന്നെ പാരലിൽ കണക്ട് ചെയ്യുന്നത്. പാരലിൽ കണക്ട് ചെയ്യുമ്പം ആരാണ് ഇവിടെ വേരിയബിൾ? ചാർജ് വേരി ചെയ്യും. കോൺസ്റ്റന്റ് ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് V. സോ ഇവിടെ നമ്മൾ ആർക്കാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? ചാർജിനായിരിക്കും, വേരിയബിളിനായിരിക്കും ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. സോ Q ഈസ് ഈക്വൽ ടു നമുക്കറിയാം C ഇൻറ്റു V ആണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് കിട്ടും. സോ ഈ 2 ഡെറിവേഷനും കൂടെ ഒന്നിച്ച് ചോദിക്കാറുള്ളൂ. ഇതിന്റെ സബായിട്ട് വേണമെങ്കിൽ മറ്റേ മാക്സിമം കപ്പാസിറ്റൻസ് ആർക്കാണ്, മിനിമം കപ്പാസിറ്റൻസ് ആർക്കാണ് എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, സോ ഇത് സിമ്പിൾ ഡെറിവേഷൻ ആയിരുന്നല്ലോ അല്ലേ? വേഗത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. Electromotive force represents electromotive force represents option A force, option B energy, option C energy per unit volume, option D current. എന്താണ് ലിയോണ? EMF ഈ പാഠത്തിലല്ലെന്ന് തോന്നുന്നു കേട്ടോ. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ് കേട്ടോ. EMF എനർജി പെർ യൂണിറ്റ് വോളിയം. ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണോ? ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് അല്ല, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് EMF. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നല്ല ഞാൻ പറഞ്ഞേ, ആണ്. യെസ്, ഓക്കെ. ഇവിടെ വീണ്ടും ചോദിച്ചേക്കുന്നത് മറ്റേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി, അങ്ങനത്തെ ഡെറിവേഷൻ ആണ്. പക്ഷെ എന്തായാലും നമ്മൾ ഈ പാഠത്തിൽ ഒരു 10 ഡെറിവേഷനോളം പഠിച്ചിട്ടുണ്ട്. പലതും കുഞ്ഞിതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവിടുന്ന് നേരത്തെ ഒക്കെ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്. ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിച്ചേക്കുവാണ്. കൂടുതലും ഈ ലാസ്റ്റ് പോർഷനിൽ നിന്നാണ് കേട്ടോ. അതായത് എനർജി സ്റ്റോർഡ് ഇൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എനർജി ഡെൻസിറ്റി എന്താണ്, അതുപോലെ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരലിൽ കണക്ട് ചെയ്താൽ എന്താണ്, മാക്സിമം വാല്യൂ കിട്ടാൻ എന്താണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. സോ ഈ പാഠം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ എന്തായാലും 10 ഡെറിവേഷൻ നമ്മൾ പഠിച്ചേക്കുന്ന എല്ലാ ഡെറിവേഷൻ്റെയും PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നാളെ ഞാൻ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എഴുതിക്കും കേട്ടോ. കേട്ടല്ലോ? അതുകൊണ്ട് എല്ലാ ഡെറിവേഷൻസും നാളെ പഠിക്കുക. നാളെ ഞാൻ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ കാണാൻ എഴുതിക്കുന്നതാണ്. ഓക്കെ, അപ്പം നാളെ നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കണം. അടുത്ത പാഠം ഈ പാഠത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ടേ പോരാകുള്ളൂ.
ഇതിന്റെ ഉത്തരം തീരായേ ഉള്ളൂ. ഹലോ ഇലക്ട്രോ EMF ആണോ? EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ഓപ്ഷൻ സി എനർജി പെർ യൂണിറ്റ് വോളിയം. ഹലോ കേൾക്കുന്നില്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ഓപ്ഷൻ സി. ഓക്കെ, സോ നാളെ ആ 10 ഡെറിവേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എഴുതിക്കും. നമ്മൾ അന്നൊന്ന് പഠിച്ചു പോയേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാളെ തന്നെ നമുക്ക് എഴുതിയേക്കാം. അപ്പം നാളെ നമുക്ക് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.